രാജാവേ കാത്തുകൊല്ലണേ കനകാംബരൻ രാജാവേ. അമ്മേനെ ഞാൻ ഇവിടുത്തെ പാവം പ്രജയാണ്, കൈവിടരുതേ കനകാംബരൻ രാജാവേ. എന്തിനാണ് നിന്നെ വീണ്ടും ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അമ്മച്ചിയാണ് ഗ്യാപ്പ് കളിച്ച് ഞാൻ ഒരു പരിവായി രാജാവളിയാ. എന്നെ ഇവിടുത്തെ മന്ത്രിയാക്കണം. മന്ത്രിയാ? വാ നിന്നെ ബെസ്റ്റ്. നമ്മള് രണ്ടാളും ഒരേ ലെവലാ. തറ അളിയന് രാജാവാങ്കി എനിക്ക് മന്ത്രിയാവാം. ആരിവിടെ പുളപ്പന വെച്ച് 4 ആപ്പിൾ ജ്യൂസുകളും മറ്റും കൊണ്ടുവരൂ. ഇങ്ങനെയൊക്കെ ഉത്തരവിട്ടാ പോരെ. ഇവിടെ പറഞ്ഞാളെ അളിയന്റെ കൂടി പറഞ്ഞ എന്റെ പട്ടാഭിഷേകം നടത്തി തരീ. പട്ടാഭിഷേകമല്ല, നിന്റെ ശവടക്കെ നടത്തി തരാം. മര്യാദക്ക് പോന്നോടാ. മന്ത്രിയാക്കാതെ ഈ കോവാലിനെ പറഞ്ഞു വിടാനാണ് നിങ്ങളെ പരിപാടിയെങ്കിൽ അമ്മച്ചിയാണ് നിങ്ങളെ രായപ്പെട്ട ഞാൻ തെറിപ്പിക്കും. കൊല്ലത് മുഴിക്കാൻ ഞാൻ ഇവിടെയൊക്കെ വിളിച്ചു കൂവും. കേൾക്കണോ? മിണ്ടരുത്. മന്ത്രിയോ തന്ത്രിയോ എന്ത് കുന്തം വേണമെങ്കിലും അയക്കോ. പക്ഷെ ഒരു കാര്യം, നീ ആരാണെന്നോ ഞാൻ ആരാണെന്നോ ഭാരതി ആരാണെന്നോ ഇവിടെ ആരും അറിയരുത്. മനസ്സിലായോ? ഉത്തരവുകൾ പ്രഭോ. നിൽക്കവിടെ. എന്തര്? ആക്രാന്തം കാട്ടരുത്. എന്തരനോട്? ആഹാരത്തിനോടും സ്ത്രീകളോടും. തള്ള നല്ല നെരുപ്പ് കുഷിയെ. മന്ത്രിയായിട്ട് കൂടെ വരയ്ക്ക് ആരും ഇതുവരെ കിട്ടിയില്ലല്ലേ. ആരിവിടെ? എവിടെ ഒരു പയലികളെ കാണാൻ. രാജകുമാരിയുടെ ചേച്ചിയായിരിക്കും. കണ്ടിട്ടൊരു ബാച്ചിലർ ലുക്ക്. വളച്ചപ്പാതി രാജ്യം കിട്ടും. രാജ്യം കിട്ടിയാ പിന്നെ ഞാൻ ആര്? രാജാവ്. ഹലോ, ഐ ആം മിനിസ്റ്റർ കോവാലേ. അപ്പ് ചീത്ത വിളിക്കണേ. പോണീച്ചേ ആരെങ്കിലും കേട്ട എന്ത് വിചാരിക്കും? സമയം കളയാതെ രാജകുമാരിയുടെ പള്ളിക്കെട്ടിനുള്ള മുഹൂർത്തം കുറിക്കലായിരുന്നു. ഭവതിക്ക് നമ്മെ മനസ്സിലായില്ലേ? ഞാൻ കൊടുത്ത മന്ത്രി പൊങ്കവേ ഇന്ന് ചാർച്ചെടുത്തേ ഉള്ളു. നമുക്ക് ഭവതിയെ ரொம்ப പിടിച്ചിരിക്ക്. നമ്മളെ പള്ളിക്കെട്ട് കയ്യോടെ നടത്തിക്കൂടെ? ഗാഡിത കൊടുക്ക. അതെന്തൊരു കുന്തരണ്ടം? കല്യാണം രാജമന്ത്രി വെച്ചായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നില്ല. ചെലക്കളി തോഴി, ഈ ഗാഡിത കൊടുക്കാന്ന് വെച്ചാ എന്തരെ ഇഷ്ടമാണെന്നാണ്? അല്ല, പിന്നെ നമസ്കാരം പറഞ്ഞത്. അല്ല, അതായിരുന്നല്ലേ? ഞാൻ ഉരയിച്ചില്ല. ഗാഡിത കൊടുക്ക നമസ്കാരം. ഓ തല്ല ഒരു തെലുങ്ക് പീസ് വരുന്നത്. ഗാഡിത കൊടുക്ക നമസ്കാരം പറയാം. ഏമണ്ടി ബാഗണ്ടാരാ? ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം നാക്കെടുത്ത തെറിയ പറയോളാ. തനിക്ക് ചെവി കേട്ടൂടെ? ഗാഡിത കൊടുക്ക സമ്മതിക്കാൻ പാടില്ല. തല പോയാലും സമ്മതിക്കാൻ പാടില്ല. അതെ, എവിടെ നിന്നോ വലിച്ചഴിച്ചുകൊണ്ട് വന്നു 7-ാം കൂടി നാടകക്കാരൻ രാജകുമാരിയെ വെളുക്കുക. ഇത് കലക്കണം. അയ്യോ, പക്ഷേ ഏട്ടാ നമ്മുടെ സ്വത്തിന്റെ കാര്യം. അതൊക്കെ ശരിയാ എന്ന് കരുതി പെണ്ണും പിടക്കോഴിയുള്ള ഒരുത്തനെ പിടിച്ച് റാണിയെ കെട്ടിക്കുവോ? అందరూ వినండి. మన గురుజీ గారు ఈ రోజు సూర్యనారాయణకి కాంచనలక్ష్మికి శుభ ముహూర్తాన్ని చూడబోతున్నారు. കുറിക്കുമ്പോ എത്രയും നേരത്തെയുള്ള മുഹൂർത്തം ആയിക്കോട്ടെ. പ്രഷറിന്റെ ഇനിയുണ്ടോ പന്നക്കേശവരന്റെ? ഓ ക്ഷമിക്കണം ചന്ദ്രക്കേശവരന്റെ. മിണ്ടരുത്. മുഴുവൻ സാന്തനല്ലേ വാങ്ങി തിന്നത്. ഇനി ഒരൊറ്റ ഗുളി ഏരത്തില്ല. നോർമോയ് കീപ് സൈലൻസ്. മുഹൂർത്തം ഇന്ന് തന്നെ കുറിക്കണോ ഗുരുവേ? ഞങ്ങൾക്കൊരു കാര്യം ഓർമ്മിക്കാനുണ്ട്. അതെ, രാജകുമാരിയുടെ നന്ദിക്ക് വേണ്ടി ഒരു എന്താ ഗുരുവേ ഒരു വല്ലായിക? ഉദയലഗ്നവും ആരൂഢവും തടുത്തിരിക്കുന്നു. മനസ്സിലായില്ല? ചെറിയൊരു വിഘ്നം. പരിഹാരം കാണില്ലല്ലേ? 76 നാഴിക കഴിഞ്ഞ് ഒന്നുകൂടി ആരൂഢം വെക്കാം. അപ്പോഴേക്കും ദോഷം നീങ്ങിക്കിട്ടും. മിസ്റ്റർ ചന്ദ്രന്റെ ഈ 76 നാഴിക എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? അതറിയാമായിരുന്നെങ്കിൽ ഞാൻ ഈ ഗുളിയെ കച്ചവടത്തിൽ നിൽക്കുവോ? ആരൂഢ ദോഷം മൂലം പള്ളിക്കെട്ടിന്റെ മുഹൂർത്തം മാറ്റിവെക്കേണ്ടി വന്നത് ഒരു തരത്തിൽ നമുക്ക് അനുകൂലമായി. ഇനി നമ്മുടെ മുമ്പിൽ 76 നാഴിക ബാക്കിയുണ്ട്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതല്ലെങ്കിൽ കൊട്ടാരവും സർവ്വ സ്വത്തുക്കളും സൂര്യനാരായണനിലൂടെ കേരളക്കാരുടെ കയ്യിലാവും. ഒരേ ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. 76 നാഴികയ്ക്കുള്ളിൽ ഈ സൂര്യൻ അസ്തമിക്കണം. എങ്ങനെ? നീ വിചാരിച്ചാൽ സാധിക്കും. കൊല്ലണം. കൊട്ടാരത്തിൽ വെച്ചല്ല, ആഹാരത്തിൽ മായം ചേർത്ത് ബോധം കെടുത്തി പുറത്ത് കടത്തി തട്ടണം. വന്ന അന്നു മുതൽ ഞാൻ ശ്രദ്ധിക്കാം. കാത്തിരുന്ന് കണ്ടതിലുള്ള സന്തോഷമൊന്നും സൂര്യന്റെ മുഖത്ത് കണ്ടില്ല. ഏയ്, കുമാരി കരുതുന്ന പോലെയല്ല. ഉണ്ട്, ഉള്ളില് ഭയങ്കരമായിട്ടുണ്ട്.
76 നാഴിക കഴിഞ്ഞാൽ നമ്മൾ ഒരുമിക്കാനുള്ള മുഹൂർത്തം കുറിക്കപ്പെടും. അതെ, ആ നിമിഷം മുതൽ നമ്മൾ ഒന്നാവും. അതെ അതെ. 24 വർഷങ്ങൾ, ഓരോ ദിവസവും ഓരോ യുഗമായിരുന്നു. കുഞ്ഞനാളിൽ ഓമനിച്ചവരും ലാളിച്ചവരും എല്ലാ ശത്രുപക്ഷത്ത് എന്റെ ജീവനായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അതിനെന്താ, ഇപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? ശരിയാ ശരിയാ. സൂര്യ, ഇന്ന് രാത്രി നമുക്ക് ഉറങ്ങണ്ട. അയ്യോ, ഉറങ്ങാതിരിക്കാനോ? അതെ, എനിക്ക് കുമാരനെ കണ്ടോണ്ടിരിക്കണം. ഓ കണ്ണു ഞാൻ കുത്തിപ്പൊട്ടിക്കും. നിന്നെ വൃത്തിയായിട്ട് ഉറക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുമാര, ഒന്നിങ്ങ് വരൂ. വരച്ച ഞാനിപ്പോ വരാ. ഉറക്കൊഴിച്ച് നിലാവ് നോക്കി നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇത് ചെറിയ വട്ടൊന്നുമല്ല, നല്ല മൂത്തതാ. പിന്നെ ഒരു കാര്യം, തെലുങ്ക് ടീം തരുന്ന ഒരു ഭക്ഷണവും നീ കഴിക്കണ്ട. നരസിംഹൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്റെ അമ്മോ, ഒന്നുകിൽ അവൻ ഇത് കൂടി ചുറങ്ങും, അല്ലെങ്കിൽ തലയും കുത്തി നടക്കട്ടെ. രണ്ടായാലും അവസാനം ഒന്നു തന്നെ. ബാല്യകാല ഭർത്താവിന്റെ മുഖം കണ്ടോണ്ട് വെളുപ്പാങ്കാലം വരെ ഞാൻ നിന്നെ ഇരുത്താൻ വേണ്ടി ഒരാഴ്ചത്തേക്ക് നീ കണ്ണു തുറക്കില്ല. ഇതെന്റെ കനകേട്ടന്, ഇത് റാണിക്ക്. കച്ചേരി പിഴങ്ങാനും തീരുവോ? ഞാൻ പറഞ്ഞില്ലേ നമുക്കിന്ന് ഉറങ്ങണ്ടാന്ന്. പാല് ഇത് കുമാരനുള്ളതാ. പശുവും പാല്. കുമാരിക്ക് ആട്ടുംപാലാ പതിവ്. കുടിക്ക്. കുടിച്ചോളാം. ఏమండి పాలే అక్కడ కూర్చుండి. ఏమండి మీరు తమాష ఆడుతున్నారు? പുരിയല്ലേ? എന്തിനാ അവളെ കളിയാക്കുന്നതെന്ന് അവിടെ വെച്ചിട്ട് വെക്കോ. ചൂടാറും മുമ്പ് കുടിച്ചോണം. പിന്നെ എനിക്കാണെങ്കിൽ തണുത്ത് തീരെ ഇഷ്ടമല്ല. ഏമണ്ടി പാല് നിന്റെ അമ്മ. രണ്ടിലൊന്നും ഇന്നറിയില്ല. വാ, നമുക്ക് നേരത്തെ പോയി പഠിക്കാൻ കുറച്ചിരുന്നു. മീനാക്ഷി, എന്താ? വീണ വായന കഴിയുമ്പോ ഇത് കുമാരിക്ക് കൊടുക്കണം. ഇത് കനകേട്ടന്. കനകേട്ടനോ? അതാരാ? അല്ല, കുമാരന്. മാറിപ്പോവരുത്. പാല് അവിടെ വെച്ചേക്കൂ. ഭഗവാനെ, ഇതിന്റെ ഒരു കമ്പി പൊട്ടിയിരുന്നെങ്കിൽ. ഇനി നിർത്താലേ? പൊട്ടിയോ? എന്ത്? അല്ല, വായിച്ച് വായിച്ച് വിരല് പൊട്ടിയോന്ന്. പാലെവിടെ ഇരിക്കുന്നു, കുടിക്കണ്ടേ? വേണ്ട, എനിക്ക് പാല് വേണ്ട. അതെന്താ? ഇന്ന് അമാവാസി തിഥിയല്ലേ, എനിക്ക് വൃതാ. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടാൻ ജലപാനം പോലും പാടില്ല. ആണോ? ആ, കുമാരന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. എങ്കിൽ ഈ പാലെന്ന് മറ്റാരെങ്കിലും കുടിക്കട്ടെ. നമ്മൾ തമ്മിൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ കുലഗുരു എന്ന് പറഞ്ഞാൽ രാജാവിന് തുല്യമാണ്. കുലഗുരുവിന്റെ പ്രധാന പിശകുരൻ എന്ന് പറഞ്ഞാൽ കുലഗുരുവിനും തുല്യനാ. പിശക്കാരനൊക്കെ എങ്ങനെയാണ് അളിയാ കുലഗുരുവിനൊക്കെ തുല്യാവണത്? ഭിക്ഷക്കാരനല്ല, പിശകുരൻ, ചികിത്സകൻ. ഇപ്പൊ മനസ്സിലായോ? ചെന്നറിട്ട് ഇഞ്ചിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നുപോലെ തന്നെ. ഞാൻ ഇപ്പൊ പാലിന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ. കൊട്ടാരത്തിലെ പാലിന്റെ രഹസ്യം അറിയാവോ? ഇല്ലേ? കുങ്കുമപ്പൂവിട്ട് കാച്ചിയതാ. അതുകൊണ്ടല്ലേ ഈ രാജാക്കന്മാരും റാണിമാരും ഒക്കെ നല്ല തുടുത്ത് അസം അപ്പോൾ പോലെ ഇരിക്കുന്നത്. പിച്ചക്കാരനും ഡെയിലി ഇതെടുത്ത് മോന്തര തല്ലി. പിന്നെന്താ മുഖം ഇങ്ങനെ ചെരവാ പോലെ ഇരിക്കണത്? ഒരുമാതിരി അനാവശ്യം പറയരുത് കേട്ടോ. പറഞ്ഞാ ഞാനിപ്പൊ മുഴുവനും കുടിച്ചു തീർക്കും. നിനക്ക് വേറെ പാലിരിപ്പില്ല, അതെടുത്ത് കുടിച്ചൂടെ? ഈ പാലിന നിറം കൂടുതൽ, ഈ പാലിന രുചി കൂടുതൽ. എന്നാ ഒരു ഗ്ലാസ് കൂടെ കുടിക്കാം. ആരാ അവിടെ? എന്താ ഇവിടെ ആശ്രിതന്മാരുടെ സമ്മേളനം? മേം കലിശി പാലുവൊക്കെ ക്വാളിറ്റി ഗുరించి മറ്റാട് തുണ്ണാം. കള്ളത്തരവെന്തെങ്കിലും ചെയ്താൽ അപ്പൊ തെലുങ്ക് പറഞ്ഞോണം. ആർക്കും മനസ്സിലാവില്ലല്ലോ. ആ പാലിത രണ്ടുപേരും സ്ഥലപ്പെട്. കണ്ണ് കുങ്കുമപ്പൂവും ബദാമും ചേർന്ന പാലേ രാജാക്കന്മാർക്കുള്ളതാ. ചുംബന്മാര്. മന്ത്രിയാ, എനിക്ക് ശമ്പളം തീരെ കുറവാ. ഈ മാസം പോലൊന്ന് കൂട്ടി തരണം. പിന്നെന്താ അളിയനിപ്പോ എത്ര രൂപ ശമ്പളം? 500 രൂപ ഉള്ളെന്ന്. ഇനി മുതൽ അളിയൻ 1500 രൂപ ശമ്പളം നാം അനുവദിച്ചിരിക്കും. മന്ത്രിയാ, നീ നാൾ വാഴട്ടെ. പക്ഷെ 3 മാസത്തിൽ ഒരിക്കൽ അളിയന്റെ ശമ്പളം. എനിക്കത് പറ്റി. ഞാനിതെന്താ വള്ളത്തിലാണോ? ആടുന്നല്ലോ. ഇത് എത്ര മുറി തന്നെയല്ലേ?
പിച്ചക്കാരാ? പിച്ചക്കാരനല്ലേ എളിയ, പിച്ചക്കാരൻ. നമ്മൾ എവിടെ എളിയ? ദേവലോകത്താ. അതേടാ, നമ്മൾ അസ്പരകന്യകമാരുടെ നൃത്തം കാണാൻ പോവുക. താങ്ക്സ്. ഗാഠത കൊടുക്കാം. കണ്ണെങ്കിലും വച്ചിക്കണേ, ബാക്കിയെല്ലാം ചളഞ്ഞ്. എന്താ മീരു എവരുണ്ട്? എന്റെ ആരോഗ്യം നോക്കാനാണെന്ന് പറഞ്ഞു വന്നിട്ട് കള്ളു കുടിച്ചു കിടക്കുക അല്ലേ? കേടിത് കുളിക്കാം. അര ഗ്ലാസ് പാലടിച്ചപ്പോ ഈ ഉള്ളവന്റെ റിലേ പോയി. നല്ല സ്വയംഭ സാധനം. നാടൻ പട്ട പാലിന്റെ മുമ്പ് ഒന്നുമല്ല. കൊലഗുരുവേ, പാല് കുടിച്ചോ? ആരാ നീ? തുടക്കം പതറിപ്പോയി. ഗാഠത കൊടുക്കാൻ പളനീശ്വരനെ. എന്റെ മുഖത്ത് നോക്കി കഴുതക്കുട്ടിന്ന് വിളിക്കുന്നോടാ. എടാ കൊലഗുരുവേ, താൻ എന്നെ തല്ലിയല്ലേ? ത്രിപുര സുന്ദരിയും തല്ലി. എനിക്കൊന്നും എണീച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ പല്ലടിച്ച് താൻ താഴെ ഇട്ടേ, അറിയോ? ഈ ഗ്യാപ്പ് ഗോപാലിനെ എല്ലാരും അടിച്ചിട്ടേ ഉള്ളു. കനകാമ്പരെ അടിച്ചിട്ടുണ്ട്, ട്രൂപ്പ് സെക്രട്ടറി അടിച്ചിട്ടുണ്ട്, നാട്ടുകാർ ഓടിച്ചിട്ട് പട്ടി അടിക്കുന്നവരെ അടിച്ചിട്ടുണ്ട്. എന്താണ് ഈ കനകാമ്പറിന്റെ തന്ത ഋഷിയാസ കൈമളവരെ എന്നെ അടിച്ചിട്ടുണ്ട്. ഒരിക്കൽ പറഞ്ഞില്ലേ ഋഷിയാസ കൈമൾ എന്താ അറിയോ? പണ്ട് ഏതോ കൊട്ടാരത്തിലെ കഞ്ഞവപ്പാരനായിരുന്നു. എന്തിരെ കൊല കൊണ്ടുപോണേ. എന്റെ കയ്യിലേക്ക് പിടിച്ചു തന്നപ്പോ കുമാരൻ ധരിച്ചിരുന്ന കാന്തപുരം കൊട്ടാരത്തിന്റെ മുദ്രയുള്ള മാല. കൊട്ടാരത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് വളരേണ്ട കുമാരൻ ഈ ദരിദ്ര കൈമളിന്റെ കയ്യിൽ പട്ടിണിയും തിന്നു വളർന്നു. കാന്തപുരം കൊട്ടാരത്തിന്റെ അനന്തരാവകാശി കീറപ്പായൊരു ചുരുളുകൂടി കിടന്നുറങ്ങുമ്പോ ഉറങ്ങാതെ ഞാൻ കാവലിരുന്നു. രാജാവാക്കാൻ കഴിഞ്ഞില്ല. അതിന് പകരം നാടകത്തിൽ രാജാപ്പാട്ട് കെട്ടിച്ചു. മഹാരാജാവിന്റെ സൂര്യ തേജസ്സോടെ അരങ്ങിൽ കുമാരൻ ആജ്ഞാപിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും ദാനം നൽകുന്നതും കണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് കൈയടിച്ച് ആനന്ദിച്ചു ഈ കൈമള്. പഴങ്കഥയൊന്നും കുമാരനോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. പറയാതിരുന്നത് സ്വാർത്ഥത കൊണ്ടാ. സൂര്യനാരായണൻ എനിക്ക് തമ്പുരാനാണെങ്കിൽ കനകാംബരൻ എനിക്ക് സ്വന്തം മകനല്ലേ. വേദനയാണെങ്കിലും കുമാരനെ കൊട്ടാരത്തിൽ തിരിച്ചു നൽകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വലിയ പ്രതീക്ഷകളെല്ലാം തകർന്നു. കൂടെ നാടകം കളിച്ച് നടന്നൊരു പെൺകുട്ടിയെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കി കെട്ടി. ഒരു ഭാരതി ഒപ്പം കൊട്ടാരത്തിലുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട്. എത്തേണ്ടടുത്ത് തന്നെ എത്തിയല്ലോ. ഗുരുജി, എന്റെ മോൻ സുഖമായിട്ടിരിക്കുന്നു. എന്റെ മോനെ അന്വേഷിച്ചായിട്ട് പറയണം. പാവപ്പെട്ട ഈ അച്ഛനെ മറക്കരുതെന്നും പറയണം. കുമാര, 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 ആരെയും വിളിക്കുന്നത്? അച്ഛൻ പോയി നോക്കിട്ട് വരാ. എന്താ ഇത്? ഈശ്വര, അപസ്മാരമാണോ? ആരെവിടെ? ഒരു താക്കോല് കൊണ്ടുവരൂ.